ഞാൻ മദ്യഷാപ്പിലാണ് 10 വർഷം ജോലി ചെയ്തത്. ബാറിലായിരുന്നു ജോലി. ഞാൻ ബാർമാനായിരുന്നു. അപ്പോൾ വിശുദ്ധ കുർബാനയുടെ വിശുദ്ധിയെക്കുറിച്ചുള്ള ബോധ്യമില്ലാത്തതുകൊണ്ട് പല സന്ദർഭങ്ങളിലും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ചെയ്ത നിമിഷങ്ങളുണ്ട്. അന്ന് എനിക്ക് അതിൻ്റെ മൂല്യം അറിയില്ലായിരുന്നു, അതിൻ്റെ വിശുദ്ധി അറിയില്ലായിരുന്നു. വിശുദ്ധ കുർബാന വിശുദ്ധിയില്ലാതെ സ്വീകരിച്ചപ്പോൾ പലപ്പോഴും ഞാൻ വലിയ വില കൊടുക്കേണ്ട സാഹചര്യം വന്നിട്ടുണ്ട്. പലതരത്തിലുള്ള അസ്വസ്ഥതകൾ, ഞാൻ അറിയാതെ എനിക്ക് വരുന്ന അനർത്ഥങ്ങൾ, ഞാൻ മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങൾ കേൾക്കാനിടയാവുന്ന സാഹചര്യങ്ങൾ, ഇതൊക്കെ കടന്നു വരുമ്പോൾ എന്താണ് കുഴപ്പമെന്നോ എവിടെയാണ് ഇതിന് പ്രശ്നമെന്നോ അറിയില്ല. ദൈവവചനത്തെക്കുറിച്ചോ യേശുവിൻ്റെ വചനത്തിൻ്റെ ആഴത്തെക്കുറിച്ചോ അറിയില്ലായിരുന്നു. ദൈവവചനത്തിൻ്റെ ആഴത്തിലേക്ക് പ്രവേശിച്ചപ്പോഴാണ് വിശുദ്ധ കുർബാന വിശുദ്ധിയില്ലാതെ ഞാൻ സ്വീകരിച്ചാൽ, വിശുദ്ധ കുർബാനയ്ക്ക് ഞാൻ വേണ്ട വില കൊടുക്കുന്നില്ലെങ്കിൽ, ഞാൻ കർത്താവിൻ്റെ മേശയിൽ നിന്നും ഭക്ഷിക്കുന്ന അപ്പം രോഗിയാകാനും ചിലവർ മരിച്ചു പോകാനും ഇടയായിട്ടുണ്ടെന്ന് 1 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 27 മുതൽ വചനം വായിക്കുമ്പോൾ അത് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കർത്താവിൻ്റെ വചനം റോമാലേഖനം 12-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ വചനം ഇങ്ങനെയാണ് പറയുന്നത്: ആകയാൽ നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരമായ സജീവ ബലിയായി നിങ്ങളെ തന്നെ സമർപ്പിക്കുവിൻ, ഇതായിരിക്കണം യഥാർത്ഥമായ ആരാധന. അപ്പോൾ നമ്മുടെ വിശുദ്ധിയില്ലാത്ത ഒരു ആരാധന, വിശുദ്ധിയില്ലാത്തൊരു ജീവിതം നമ്മൾ തന്നെ രോഗിയാക്കുകയാണ് ചെയ്യുന്നത്, നമ്മളെ തന്നെ നമ്മൾ നശിപ്പിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായം നമ്മളിങ്ങനെ പഠിപ്പിക്കുന്നു: നിങ്ങൾ ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആലയമാണ്, ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു, നിങ്ങൾ അറിയുന്നില്ലേ? ദൈവത്തിൻ്റെ ആലയത്തെ നശിപ്പിക്കുന്നവനെ ഞാനും നശിപ്പിക്കും. ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ ആയിരിക്കുമ്പോൾ, ആ ദൈവത്തെ പൂർണ്ണമായി നമ്മൾ സ്വീകരിക്കുമ്പോൾ, നമ്മൾ പൂർണ്ണമായ വിശുദ്ധിക്ക് നമ്മൾ കടപ്പെട്ടവരാണ്. അതുകൊണ്ടാണ് ജോഷുവയുടെ പുസ്തകം 3:5 പറയുന്നത്: നീ നിന്നെ തന്നെ വിശുദ്ധീകരിച്ചാൽ കർത്താവ് നാളെ നിൻ്റെ ഇടയിൽ വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. വീണ്ടും അതിനെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു: വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. അപ്പം വിശുദ്ധ കുർബാനയിൽ, വിശുദ്ധ ബലിയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ നാം നമ്മളെ തന്നെ ആത്മപരിശോധന ചെയ്യണം. വചനം പറയുന്നു: നിനക്ക് ആരോടെങ്കിലും വിദ്വേഷമോ വെറുപ്പോ വൈരാഗമനം തോന്നുന്നുണ്ടെങ്കിൽ നിൻ്റെ ബലിവസ്തു അവിടെ വെച്ചിട്ട് അവരുമായി രമ്യതപ്പെട്ട് വന്നിട്ട് നീ ബലി അർപ്പിക്കാൻ. മറ്റുള്ളവർ എന്തു ചെയ്തു എന്നല്ല, നാം എന്തു ചെയ്യുന്നു എന്നാണ്. മറ്റുള്ളവർ പലതും ചെയ്യാറുണ്ട്. ഒരു പക്ഷേ അജ്ഞത മൂലം അവർ പലതും ചെയ്യാറുണ്ട്. അറിഞ്ഞിട്ടും അറിയാത്ത പോലെ ജീവിക്കുന്നവരുണ്ട്. വിശുദ്ധ കുർബാനയ്ക്ക് കടന്നു വരുമ്പോൾ അതിന് വേണ്ട പവിത്രതയും അതിന് വേണ്ട വിശുദ്ധിയൊന്നും കാണാതെ എപ്പോഴെങ്കിലും വന്ന് എപ്പോഴെങ്കിലും ഇറങ്ങിപ്പോകുന്ന അവസ്ഥയുണ്ട്. ദേവാലയത്തിൽ വന്ന് വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുമ്പോൾ അലസമായി ആർക്കോ വേണ്ടി ഉറങ്ങുന്നവരെ നമ്മൾ കാണാറുണ്ട്. പല രീതിയിലാണ് ദേവാലയത്തിൽ ജനങ്ങൾ വന്ന് ദൈവത്തിൻ്റെ അടുത്ത് വരുന്നത്. എന്നാൽ നമ്മൾ ഓരോരുത്തരും ഈ ചെയ്യുന്ന പ്രവൃത്തിയുടെ പരിണിത ഫലം അറിഞ്ഞോ അറിയാതെയോ നമ്മൾ അനുഗ്രഹത്തിന് പകരം ശാപമായി മാറുന്നുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയണം. കാരണം ഈ ലോകത്തെക്കുറിച്ച് എല്ലാ അറിവും നമുക്കുണ്ട്. എങ്ങനെ വാഹനം ഓടിക്കണമെന്നുള്ള അറിവ് നമുക്കുണ്ട്. 10,000 രൂപ കയ്യിൽ കിട്ടിയാൽ 100 രൂപ കൊടുക്കാൻ പറഞ്ഞാൽ കൃത്യമായി ആ 100 രൂപ മാത്രം കൊടുക്കാൻ നമുക്ക് അറിവുണ്ട്. കുടുംബജീവിതം എങ്ങനെ കൊണ്ടുപോകണം, എങ്ങനെ എൻ്റെ മക്കളെ പഠിപ്പിക്കണം, അല്ലെങ്കിൽ ഞാൻ എങ്ങനെയൊക്കെ എനിക്ക് സമ്പത്തുണ്ടാക്കാം, എങ്ങനെയൊക്കെ സമ്പത്തുണ്ടാക്കാനുള്ള മാർഗം സ്വീകരിക്കാം, എല്ലാം നമുക്ക് അറിവുണ്ട്. എന്നാൽ ജീവൻ തന്ന ജീവദാതാവായ എനിക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ് എൻ്റെ കൂടെ വസിക്കുന്ന യേശുവിനെ ഓർമ്മ പുതുക്കുന്ന ആ വലിയ ബലിയിൽ പങ്കാളിയാവുമ്പോൾ അലസമായി ആർക്കെങ്കിലും വേണ്ടി, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ജീവിത വിശുദ്ധിയില്ലാതെ ആ വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുമ്പോൾ അനുഗ്രഹത്തിന് പകരം ശാപമാണ് കടന്നു വരുന്നതെന്ന് ഇന്ന് പലവർക്കും അറിയത്തില്ല. യേശുക്രിസ്തുവിൻ്റെ ആ രക്ഷ, ആ സമാധാനം, ആ സന്തോഷം അനുഭവിക്കണമെങ്കിൽ
വിശുദ്ധി കൂടാതെ നമുക്കൊരിക്കലും കഴിയത്തില്ല. വിശുദ്ധി കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് റോമാലേഖനം 8-ാം അധ്യായത്തിൽ പറയുന്നത്, ജഡികരായി നിങ്ങൾ ജീവിക്കുന്നെങ്കിൽ നിങ്ങൾ തീർച്ചയായും മരിക്കും. എല്ലാ ദിവസവും ഞാൻ ദേവാലയത്തിൽ പോയതുകൊണ്ട്, എല്ലാ ദിവസവും ഞാൻ കുർബാനയിൽ പങ്കെടുത്തു എന്നു കാരണം കൊണ്ട് നമുക്കിപ്പോൾ കൃപ ലഭിച്ചോണമെന്നില്ല. കൃപ ലഭിക്കണമെങ്കിൽ അതിൻ്റെ മൂല്യം നമ്മൾ തിരിച്ചറിയണം, അതിൻ്റെ വില തിരിച്ചറിയണം. യേശുവിൻ്റെ ജീവനാണ് അതിൽ ഞാൻ പങ്കാളിയാകുന്നത്. ആ ജീവനാണ് എൻ്റെ ഉള്ളിലേക്ക് വന്നിരിക്കുന്നത്. ആ യേശുവിൻ്റെ ആ ശരീരവും രക്തവും ഞാൻ സ്വീകരിക്കുമ്പോൾ അവൻ്റെ ജീവനിലേക്ക് കടന്നു വരുന്നു. ഞാൻ എന്നും ജീവിക്കും, എന്നും ജീവിക്കും. എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിച്ചാലും എൻ്റെ യേശുവിൻ്റെ കൂടെയുണ്ട്. ആരെല്ലാം എന്നെ കൈവിട്ടാലും, ആരെല്ലാം എന്നെ ഉപേക്ഷിച്ചാലും, ആരെല്ലാം എന്നെ മറന്നാലും, ആർക്കും എന്നെ വേണ്ടെങ്കിലും എന്നെ ആവശ്യമുള്ളവനുണ്ട്. എനിക്ക് വേണ്ടി മരിച്ച ഒരാളുണ്ട്, എനിക്ക് വേണ്ടി ഉയർത്തെഴുന്നിട്ട് ഒരുവനുണ്ട്, എനിക്കൊരു അപ്പനുണ്ട് സ്വർഗത്തിൽ. ആ യേശുവിൻ്റെ ക്രൂശമരണത്തോട് ഞാൻ പങ്കാളിയായി ഞാൻ ജീവിക്കും. അതാണ് എന്നെ പഠിപ്പിച്ച സത്യം. എനിക്കത് മതി. ആ ഉത്തമ ബോധ്യത്തിലേക്ക് നാം കടന്നു വരുമ്പോഴാണ് വിശുദ്ധ കുർബാന വിശുദ്ധിയിൽ നമുക്ക് സ്വീകരിക്കാൻ നമുക്ക് സാധിക്കത്തുള്ളൂ. വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.